Hello everyone, welcome to Exam While Learning. മക്കളെ നമ്മുടെ കെമിസ്ട്രി എക്സാമിന് ഇനി കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് മുമ്പിലുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ആ പഠിച്ച കാര്യങ്ങളെ ഒന്ന് റിവൈസ് ചെയ്യാനുള്ള സമയമാണിപ്പോൾ. കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുക. നമുക്കറിയാം, പ്രത്യേകിച്ചും നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രൂപത്തിലാണ് ക്വസ്റ്റ്യൻ വരിക എന്നൊക്കെ നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. അപ്പോൾ അതാ നിങ്ങളുടെ ആ ക്യൂരിയോസിറ്റിയെ എന്താ പറയുക, ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് എക്സാം വൈ ലേണിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് നല്ല ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്രോബ്ലംസ് സോൾവിങ്ങുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു വീഡിയോ പരമാവധി സ്റ്റുഡൻസിലേക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കാരണം നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങൾ വരെ നിന്ന് വ്യത്യസ്തമായി ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പുതിയൊരു ഭാഗത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഏറ്റവും ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ആയിട്ട് ആഡ് ചെയ്തു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ആയിരുന്നു. അത് മാറി അതേപോലെ തന്നെ ചില എക്സ്ട്രാ ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ഇൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എങ്ങനെയൊക്കെ വരും, പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എക്സാം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഒരു ടഫ് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. ഏറ്റവും ഈസി ആയിട്ട് ആർക്കും വന്നവർക്കും പോയാൽ എഴുതി പോകാൻ പറ്റുന്ന രൂപത്തിലൊന്നല്ല ഇപ്പോൾ എക്സാമ്പിൾ. ഇപ്പോൾ പഠിച്ചവർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും, അല്ലാത്തവൻ അവിടെ മേലോട്ട് നോക്കി നിൽക്കുന്ന അവസ്ഥയൊക്കെയാണ് പൊതുവെ എക്സാം ഹാളിൽ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക, ആ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ റിവൈസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, മാക്സിമം പ്രോബ്ലംസ് ചെയ്യുക. അപ്പം നിങ്ങളോട് എന്ത് ചെയ്യണം, ഞാനിവിടെ പറയാൻ പോകുന്ന ഓരോ പ്രോബ്ലംസും നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആൻസറുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പോൾ കയ്യിലൊരു പെൻ ആൻഡ് പേപ്പർ നിങ്ങളുടെ മുമ്പിൽ എന്തായാലും വേണം. എന്നിട്ട് മാത്രമേ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ കാര്യമുള്ളൂ. കാരണം ഓരോ പ്രോബ്ലം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെനിക്ക് അറിയാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ എക്സാം ഹാളിൽ ഇത് തലയിൽ നിന്നും കൈകളിലൂടെ നമ്മൾ ആൻസർ പേപ്പറിലേക്ക് റീപ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഈ സംഗതി നമ്മൾ എഴുതിയും ചെയ്തും നോക്കണം, പ്രാക്ടീസ് ചെയ്യുന്ന വേണം കേട്ടോ. അല്ലാതെ എനിക്കറിയായിരിക്കും, പക്ഷേ എക്സാം ഹാളിൽ നമ്മൾ പറയും പഠിച്ചൊക്കെ മറന്നുപോയി സാറേ എന്ന് ലാസ്റ്റ് പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് തുടങ്ങാം. നമുക്കറിയാം, ആദ്യത്തെ 2 ചാപ്റ്ററും മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഒരു ഫസ്റ്റത്തെ പോർഷനുമാണ് നമുക്ക് പഠിക്കാനുണ്ടാവുക, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഭാഗത്ത്. അത്രയും ഭാഗങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നല്ല പ്രോബ്ലംസ് ആണ് ഞാനിവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓരോ പ്രോബ്ലത്തിനെയും ആൻസർ എന്ത് ചെയ്യാം, നിങ്ങൾ പറയുക, നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇറ്റ്സ് റെഡി, പോകാം. ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഇറ്റ്സ് ഐസോമറിസം എന്നാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇതിലെ നമുക്കറിയാം ഓർഗാനിക് കോമ്പൗണ്ട്സ്, നമ്മളൊരു ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ഏത് പോർഷൻ ആയിരുന്നു, ഏത് ചാപ്റ്ററാണ്, ഏത് ടോപ്പിക്കാണ്, അവിടെ നമ്മൾ എന്താണ് പഠിച്ചത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ തലയിക്കൊണ്ട് വരുന്നിട്ടാ എങ്കിലാണ് ആൻസർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് പഠിച്ച ഓരോ കാര്യങ്ങൾ നമുക്ക് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. റെഡി, യെസ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു പ്രോബ്ലം, ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. അവിടെ കോമൺ നെയിം കൊടുത്തിട്ടുണ്ട്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടിലും കുറച്ച് ഭാഗങ്ങൾ എന്ത് ചെയ്യാണ്ട് നമ്മൾ ഫില്ല് ചെയ്യാണ്ട്. അപ്പോൾ വേഗം ഫില്ല് ചെയ്തോ, പറഞ്ഞോ. ആൽഡിഹൈഡ് ആണെങ്കിൽ നമുക്കറിയാം ഫങ്ഷണൽ ഗ്രൂപ്പ് എന്തായാലും വരിക, SCHO എന്നാണ് വരിക. അപ്പോഴാണ് നമ്മൾ ആൽഡിഹൈഡ് എന്ന് വിളിക്കുക. ആൽ എന്നായിരിക്കും അവസാനത്തിൽ ഉണ്ടാവുക. NH2 ആരായിരുന്നു മക്കളെ? NH2നെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഈ പറഞ്ഞ അമീൻസ് എന്നാണ് വിളിക്കുക, അല്ലെ? അമീൻസ്, NH2. റെഡി, യെസ്. ദെൻ ആൽക്കഹോളിനെ നമ്മൾ ഏത് പേരായിരിക്കും വരുന്നുണ്ടാവുക, ഈ പറഞ്ഞ, അല്ലെ? ആൽക്കഹോൾ ആകുമ്പോൾ OH ആയിരിക്കും അവസാനത്തിൽ ഉണ്ടാവുക. റെഡി. ഈഥർ വരുമ്പോൾ എന്തായിരിക്കും പേര് വരുന്നുണ്ടാവുക? ഈഥറാണ് നമുക്കറിയാം എങ്ങനെ വരുന്നുണ്ടാവുക, OR, ആൽക്കോക്സി ഗ്രൂപ്പ് വരുമ്പോഴാണ് നമ്മൾ ഈഥർ എന്ന് വിളിക്കാറുള്ളത്. റെഡി. ദെൻ COOH ആണ് നമ്മൾ എന്ത് വിളിക്കുന്ന പേര്, അല്ലെ? ഈ പറഞ്ഞ കാർബോക്സിൽ ഗ്രൂപ്പിനോട്ട്, ആൽക്കൈൽ കാർബോക്സിൽ ഗ്രൂപ്പാണ് അവിടെ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ കാർബോക്സിലിക് ആസിഡ്സ് എന്നാണ് എന്ത് ചെയ്യുക, ആ ഗ്രൂപ്പുകളെ നമ്മൾ സാധാരണ വിളിക്കുക. കാർബോക്സിൽ ഗ്രൂപ്പ് എന്നുള്ളത് ആ ഗ്രൂപ്പിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേരാണ്. അങ്ങനെയുള്ള ആ കോമ്പൗണ്ട്സുകൾ നോർമലി വിളിക്കുന്ന പേര് എന്താണ്, കാർബോക്സിലിക് ആസിഡ്സ് എന്നാണ് എന്ത് ചെയ്യുക വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു ടേബിൾ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോന്നിൻ്റെയും ഫങ്ഷണൽ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൻ്റെ നെയിം എന്താണ്. ഇപ്പോൾ ഇത് വരുമ്പോൾ നമുക്കറിയാം OH, അല്ലെ? OH എന്നുള്ളത് ഗ്രൂപ്പിൻ്റെ പേരെന്താ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര്. പക്ഷേ ആ കോമ്പൗണ്ട്സുകൾ നമ്മൾ വിളിക്കുന്ന പേരെന്താ, ആൽക്കഹോൾ എന്നാണ്. ഇവിടെ ആൽക്കോക്സി എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര്, ശ്രദ്ധിക്കണേ, ആൽക്കോക്സി. ബട്ട് ആ പറഞ്ഞ കോമൺ നെയിം വരുമ്പോൾ എന്താവും, ഈതേഴ്സ് എന്നാണ് പേര്. അപ്പോൾ ആ വ്യത്യാസങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. റെഡി, ഓക്കെ. സോ നെക്സ്റ്റ് പ്രോബ്ലം, ദ IUPAC നെയിം ഓഫ്
2 organic compounds are given, write their structural formula. അപ്പോൾ ഇതെന്തായാലും നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം ഇവിടെ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ഏത് വേണമെങ്കിലും ചോദിക്കാം. സ്ട്രക്ചർ വരക്കാൻ നമുക്ക് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അറിയേണ്ടതുണ്ട്. 2,4-dimethyl heptane. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താ, പേര് തന്നിട്ട് സ്ട്രക്ചർ ചോദിച്ചാൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് അതിൽ ആ മെയിൻ ചെയിൻ ആരാ നോക്കുക, ഹെപ്റ്റൈൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെപ്റ്റൈനെ വരക്കുന്നു. 1 2 3 4 5 6 ആകുമ്പോൾ ഹെക്സ് ആണ്, 7 ആകുമ്പോഴാണ് ഹെപ്റ്റ്. സെക്കൻഡ് കാർബണിലും ഫോർത്ത് കാർബണിലും മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, അതാണ് അവിടുത്തെ ബ്രാഞ്ച്. സെക്കൻഡിലും അതേപോലെ തന്നെ ഫോർത്തിലും എന്താണ്, മീഥൈൽ ഗ്രൂപ്പ്. ഓക്കെ, ഹെപ്റ്റൈൻ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്തായിരിക്കും, സിംഗിൾ ബോണ്ട് ആയിരിക്കും ഇടുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവസാനത്തിൽ മാത്രമാണ് ആ മെയിൻ കാർബണിലെ ഹൈഡ്രജനെ ഫില്ല് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ സംഭവിക്കാതോ, ഇവിടെ നമ്മൾ ആദ്യം തന്നെ H2 ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ H2 ആണോ വരേണ്ടത്, അല്ല ഇവിടെ നമുക്കറിയാം H3 ആണ്, നോ പ്രോബ്ലം. ഇവിടെ ആദ്യം തന്നെ H2 ഇട്ടൊക്കെ പറ്റുമോ, കാരണം കാർബൺ ആണോ ടോട്ടൽ 4 ബോണ്ടേ പാടുള്ളൂ, 4 ബോണ്ടേ പാടുള്ളൂ. 3 ബോണ്ട്സ് ഓൾറെഡി ആയി, അപ്പോൾ അവിടെ H2 വേണ്ട, H മതി. ഇവിടെയാണെങ്കിലോ H2 വേണം, കാരണം എന്തേ, ഓൺലി 2 ബോണ്ട് ആയിട്ടുള്ളൂ, അപ്പോൾ ബാക്കി 2 ഹൈഡ്രജൻ. ഇവിടെ ടോട്ടൽ 3 ബോണ്ട് ഉണ്ട്, ബാക്കിയുള്ള സിംഗിൾ ഹൈഡ്രജൻ. ഇവിടെ 2 ബോണ്ട്സേ ഉള്ളൂ, ബാക്കിയുള്ള 2. ഇവിടെയും 2 ഉള്ളൂ, അപ്പോൾ ബാക്കിയുള്ള 2. ഇവിടെ സിംഗിൾ ബോണ്ട് ആയിട്ടുള്ളൂ, അപ്പോൾ ബാക്കിയുള്ള 3 ഹൈഡ്രജൻ. ഈ ഹൈഡ്രജനുകളെ നമ്മൾ അവസാനത്തിൽ ഫില്ല് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ആകെ വെട്ടും കുത്തുമായിരിക്കും അവിടെ നടക്കുക. റെഡി? അങ്ങനെ ഒരു കൊലപാതകം നമ്മൾ ചെയ്യരുത്. റെഡി? അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ആളുടെ വരിക. ഇനി ഹെക്സ് 2-ene, ഹെക്സ് ആണ് പറഞ്ഞത്. ഹെക്സ് ആകുമ്പോൾ 1 2 3 4 5 6. ഈനാണ് എത്രാമത്തെ കാർബണിലാണ് ഈൻ, 2-ene ആണ്. അപ്പൊ സെക്കൻഡ് കാർബണിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. ആ ഡബിൾ ബോണ്ട് ഈ കാർബൺ ഒപ്പം ചേർത്ത് വരക്കരുത്, അപ്പൊ ഹൈഡ്രജൻ ഇടാൻ സ്ഥലം ഉണ്ടാവില്ല. ഹൈഡ്രജൻ ഉള്ള സ്പേസ് നമ്മളിവിടെ കാണണം. റെഡി? അപ്പൊ ഇനി ഇതിൽ പറഞ്ഞ ബ്രാഞ്ചസ് ഒന്നും ഇല്ല, ബാക്കി എല്ലാവരും സിംഗിൾ ബോണ്ട്. അപ്പൊ സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്. നമുക്കറിയാം ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ ഓൾറെഡി 3 ബോണ്ട് ആയിട്ടുണ്ട്, അപ്പൊ സിംഗിൾ ഹൈഡ്രജൻ. ഇവിടെയും ഓൾറെഡി 3 ബോണ്ട് ആയിട്ടുണ്ട്, അപ്പൊ സിംഗിൾ ഹൈഡ്രജൻ. അപ്പൊ 2 ബോണ്ട് ആയിട്ടുള്ളൂ, ബാക്കി 2 ഹൈഡ്രജൻ. 2 ഹൈഡ്രജൻ, സിംഗിൾ ബോണ്ട് ആണ്, അപ്പൊ 3 ഹൈഡ്രജൻ. കാർബൺ ആണോ, ഏത് പാതിരാത്രിക്കും കണ്ണ് അടച്ചിട്ടാണെങ്കിലും ആൻസർ പറയണം. കാർബൺ ആണോ 4 ബോണ്ട് ആണ് മാക്സിമം, അല്ലെങ്കിൽ അതാണ് എന്തുണ്ടാവുക, ഈ പറഞ്ഞ രൂപത്തിൽ കാർബണിന്റെ ബോണ്ടുകൾ 3 ആവൂല 5 ആവൂല. ഇനി 3 3 5 ടെട്രാമീഥൈൽ ഒക്ടേൻ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒക്ടിനെ വരക്കണം അല്ലെ. ഒക്ടി എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ഉണ്ടാകും അല്ലെ, 8 കാർബൺ ഉണ്ടാകും. 1 2 3 4 5 6 7 8. 8 ആണ്, അപ്പൊ എല്ലാവരും സിംഗിൾ ബോണ്ട് ആണ്. സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്. ഓക്കെ, ഇനി 3 3 5 5. തേർഡ് കാർബണിൽ ഒരു മീഥൈൽ, തേർഡ് കാർബണിൽ അനദർ മീഥൈൽ. ഫിഫ്ത്ത് കാർബണിൽ അല്ലെ മീഥൈൽ, ഫിഫ്ത്ത് കാർബണിൽ അനദർ മീഥൈൽ. അപ്പൊ ഇവിടെ H3 H2. H വേണോ, വേണ്ട, 4 ബോണ്ട് ഓൾറെഡി ആയിടാ. 4 ബോണ്ട്സ് ഓൾറെഡി ആയി, അപ്പൊ H ആവശ്യമില്ല. ഇവിടെ ഒരു H2, ഇവിടെയും 4 ബോണ്ടായി, H ആവശ്യമില്ല. H2 H2 H3. ദിസ് ഈസ് ദ 3 3 5 5 ടെട്രാമീഥൈൽ ഒക്ടേൻ. ഇനി 4 മീഥൈൽ ഹെപ്റ്റ് 2-YNE. ഓക്കെ, 4 മീഥൈൽ ഹെപ്റ്റ് ആണ്. ഹെപ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര കാർബൺ വേണം, 7 കാർബൺസ് വേണം. ഓക്കെ, 7 കാർബൺസ്. അപ്പൊ ഞാൻ ഇതാ തൽക്കാലം ഇറേസ് ചെയ്യാണ്, നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. യെസ്, 7 കാർബണിനെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യടാ, നിങ്ങൾ ആദ്യം വരച്ചു വെക്കുക 7 കാർബണിനെ. ഓക്കെ, ഇവിടെ പെൻ പോയോ, പെൻ പെൻ പെൻ. യെസ്, 7 കാർബൺ. 1 2 3 4 5 6. ഇനി എന്താ പറഞ്ഞത്, 2-YNE എന്നാണ്. സെക്കൻഡ് കാർബണിൽ YNE. YNE പറയുമ്പോൾ മക്കളെ ട്രിപ്പിൾ ബോണ്ട് ആണ് വരിക അല്ലെ, YNE ട്രിപ്പിൾ ബോണ്ട്. ഫോർത്ത് കാർബണിൽ മീഥൈൽ ഉണ്ട്. 1 2 3 4. ഫോർത്ത് കാർബണിൽ മീഥൈൽ CH3. ബാക്കിയൊക്കെ സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്. ഇവിടെ എത്ര വരും, H3. ഇവിടെ ഓൾറെഡി 4 ബോണ്ടായി, H വേണ്ട. ഇവിടെയും ഓൾറെഡി 4 ബോണ്ടായി, 3 വടിയും 1 വടിയും. H വേണ്ട. ഇവിടെ ഓൾറെഡി 3 ബോണ്ട് ആയിട്ടുള്ളൂ, 1 ഹൈഡ്രജൻ വേണം അല്ലെ. ഇനിയോ ഇവിടെ 2 ബോണ്ട് ആയിട്ടുള്ളൂ, 2 ഹൈഡ്രജൻ വേണം. ഇവിടെ സിംഗിൾ ബോണ്ട് ആയിട്ടുള്ളൂ, അപ്പൊ 3 ഹൈഡ്രജൻ. കാരണം കാർബൺ ആണോ, ടോട്ടൽ 4 ബോണ്ട്. ദിസ് ഈസ് ദ 4 മീഥൈൽ ഹെപ്റ്റ് 2-YNE. അപ്പോൾ ഈ പറഞ്ഞ ബ്രാഞ്ചും അതേപോലെ തന്നെ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് വന്നാൽ ആ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടിനാണ് പ്രാധാന്യം. ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ടല്ല എണ്ണുന്നത്,
ഇവിടുന്ന് ഇങ്ങോട്ടല്ല എണ്ണ, നേരെ മറിച്ച് എന്താണ് ഈ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എണ്ണ. അവിടെ ബ്രാഞ്ചിനേക്കാളും പ്രാധാന്യം ആർക്കാണ്? ആ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടിനാണെന്ന് എന്ത് ചെയ്യുക? ആലോചിക്കാം. ഓക്കെ, അപ്പൊ ഈ രൂപത്തിലൊക്കെ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാ ക്വസ്റ്റ്യൻസും ഏറ്റവും അത്യാവശ്യം ലെവൽ കൂടി ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. കാരണം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാകും. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇഷ്ടം പോലെ പ്രോബ്ലംസ് ഉണ്ട്. അത് മാക്സിമം ചെയ്താൽ തന്നെ ഈ ചാപ്റ്റർ അടിപൊളിയായിരിക്കും. യെസ്, ഇയാളെ പരിചയം ഉണ്ടോ? ഇതൊരു അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ആണ് അല്ലെ. നേരത്തെ നമ്മൾ പറഞ്ഞതൊക്കെ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് ആയിരുന്നു അല്ലെ. ഒരു തുടക്കം ഉണ്ടാകും, ഒരു ഒടുക്കം ഉണ്ടാകും. എന്നാൽ അരോമാറ്റിക് ആണെങ്കിൽ നോ തുടക്കം നോ ഒടുക്കം, ഐ മീൻ ഒരു സൈക്ലോ ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ആണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? എന്താണ് ഇയാളുടെ പേര്? 6 കാർബൺ. യു ക്യാൻ സീ ദർ ആർ 6 കാർബൺ. ഒന്നിടവിട്ട് ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട്, അങ്ങനെ ആ രൂപത്തിൽ 3 സിംഗിൾ ബോണ്ടും 3 ഡബിൾ ബോണ്ടും, ബാക്കി 6 ഹൈഡ്രജനുമാണ് ഉണ്ടാവുക. ഇയാളെ പേരായിരുന്നു, യെസ്, അരോമാറ്റിക്കിലെ ഏറ്റവും സ്മോൾ ബേബി, ഏറ്റവും ചെറിയ കുട്ടിയാണ് ഇയാളെ പേരെന്താ? ബെൻസീൻ അല്ലെ. ബെൻസീൻ. ഈസ് ദിസ് സൈക്ലോഹെക്സീൻ? നോ, സൈക്ലോഹെക്സീൻ അല്ല. സൈക്ലോഹെക്സീൻ ആണെങ്കിൽ ഒന്നിടവിട്ട് ഡബിൾ ബോണ്ട് ഒന്നും ഉണ്ടാവില്ല. ഒരു സിംഗിൾ ഡബിൾ ബോണ്ട് ആണെങ്കിൽ എന്ത് വരാം? സൈക്ലോഹെക്സീൻ എന്ന് വിളിക്കാം. ബട്ട് ഇത് ബെൻസീൻ ആണ്, ഇയാൾ അരോമാറ്റിക് ആണ്. റൈറ്റ്, ദ മോളിക്കുലർ ഫോർമുല എന്താണ്? C6H6. 6 കാർബൺ 6 ഹൈഡ്രജൻ. ഈ ബെൻസീനെ കുറിച്ച് ഇപ്പൊ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് എക്സാമിനും വരാറുണ്ട്. അന്ന് ലാസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് ഫൈനൽ എക്സാമിനാണ് സ്ഥിരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇയാൾ നന്നായിട്ട് നോട്ട് ചെയ്തോ, നമുക്ക് ആവശ്യം വരും. ഇനി നമ്മളെ ഐസോമറിസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്യൂട്ടൻ 1 ഉണ്ട് ആൻഡ് മീഥോക്സി പ്രൊപ്പൈൻ ഉണ്ട്. ദിസ് ഈസ് ബ്യൂട്ടൻ 1. ഫസ്റ്റ് കാർബണിൽ OH, ദെൻ ഇത് നമുക്കറിയാം ദിസ് ഈസ് മീഥോക്സി ആൻഡ് പ്രൊപ്പൈൻ. മീഥോക്സി പ്രൊപ്പൈൻ. ആൽക്കോക്സിന്റെ പേരിടാൻ അറിയാലോ. ഓക്സിജന്റെ ലെഫ്റ്റിലും റൈറ്റിലും നോക്കുക, എന്നിട്ട് നമ്പർ ഓഫ് കാർബൺ ചെറുതേതാണോ അയാളുടെ കൂടെ ഓക്സി ചേർക്കുക. അപ്പൊ ഇവിടെ 3 കാർബൺ, ഇവിടെ 1 കാർബണേ ഉള്ളൂ. മീഥോക്സി, ബാക്കി പ്രൊപ്പൈൻ. ഓക്കെ, ശരി. എന്താണ് ഇവരുടെ പ്രത്യേകത? നമുക്കറിയാം. ടു വിച്ച് ടൈപ്പ് ഓഫ് ഐസോമറിസം ദിസ് ബിലോങ്സ്? ഏത് ടൈപ്പ് ഐസോമറിസം ആണ്? എന്താ മക്കളെ ഐസോമറിസം? സെയിം മോളിക്കുലാർ ഫോർമുല. ദർ ആർ 4 കാർബൺ, C4, 3 2 5 ആയി, 7 ആയി, 9 ആയി, 10 ആയി. 10 ഹൈഡ്രജൻ ആൻഡ് 1 ഓക്സിജൻ. ഇവിടെ നോക്കിക്കോ, 4 കാർബൺ, 3 2 5, 5 2 7, 7 3, 10 hydrogen and 1 oxygen. Both have same molecular formula but different structural formula ആണ് അല്ലേ. അപ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കാം? ഈ പറഞ്ഞ ഐസോടോപ്പ്, ഐസോടോപ്പ് അല്ല, ഐസോമെറിസ് എന്ന് വിളിക്കുക. ഈ ഐസോമെറിസത്തിന് 4 ടൈപ്പ് ഐസോമെറിസം നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? ചെയിൻ ഐസോമെറിസം, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഐസോമറിസം ആൻഡ് മെറ്റാമറിസം. മെറ്റാമറിസം ഒക്കെ ഇപ്രാവശ്യം ആഡ് ചെയ്താണ് കേട്ടോ, നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്കറിയാം എന്താണ് ഈ പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ മാറി. ഇയാള് ആൽക്കഹോൾ ആണ്, അയാൾ എന്തായി മാറി? ഈഥർ ആയിട്ട് മാറാണ്. ആൽക്കഹോളിന്റെ ഫങ്ഷണൽ ഐസോമർ ആണ് ഇത് ഈഥർ എന്ന് പറയുന്നത്. അത് മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, ഫങ്ഷണൽ ഐസോമർ ആണ്. ആൽഡിഹൈഡിന്റെ ഫങ്ഷണൽ ഐസോമർ ആരാടാ? കീറ്റോൺ ആയിരിക്കും. നോക്കിയത് ആൽഡിഹൈഡിന്റെ ഫങ്ഷണൽ ഐസോമർ കീറ്റോണേ വരുള്ളൂ. ആൽക്കഹോളിൻ്റെത് ഈ പറഞ്ഞ ആരാണ്? ഈഥർ ആണ് വരുന്നുണ്ടാവുക. റെഡി? റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് and IUPAC name of the chain isomer of butane 1-ol. അപ്പോൾ അവിടെ കൊടുത്ത butane 1-ol ഉണ്ടല്ലോ, അയാളുടെ ഒരു ചെയിൻ ഐസോമറിന്റെ പേര് എഴുതി അതിന്റെ സ്ട്രക്ചർ വരക്കലാണ്. ഇയാളുടെ ചെയിൻ ഐസോമർ ആണ് ഇവിടെ ചോദിച്ചത്. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഏതാ? പൊസിഷൻ ഐസോമർ ആണ്. ഓക്കെ, പൊസിഷൻ ഐസോമർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടി വരും? നോക്കിക്കേ, പൊസിഷൻ ഐസോമർ എന്ന് പറയുമ്പോൾ പൊസിഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക. ഇയാൾ ഇപ്പോൾ 1ാമത്തെ കാർബണിലല്ലേ, അതിന് പകരം എന്ത് ചെയ്യുക? ഇയാളെ 2ാമത്തെ കാർബണിലാക്കിയിട്ട് എന്ത് ചെയ്യുക? ഫിറ്റ് ചെയ്യുക. ബാക്കി H3 H2 H3. ഇതാണ് പൊസിഷൻ ഐസോമർ. ദിസ് ഈസ് ബ്യൂട്ടൻ 2-ol. എന്നാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ ചെയിൻ ഐസോമർ ചോദിച്ചാലോ? ഇത് നല്ല ടഫുള്ള ക്വസ്റ്റ്യൻ ആണ്, കൂടുതലും ഇതാണ് ചോദിക്കാൻ ചാൻസ്. ഇനി ചെയിൻ ഐസോമർ ചോദിച്ചാലോ? അവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇയാൾ 1ാമത്തെ കാർബണിൽ തന്നെയുള്ളൂ OH, ആ 1ാമത്തെ കാർബണത്തിന് അവിടെ നിർത്തിക്കോട്ടെ. ആരെ മാത്രം മാറ്റിയാൽ മതി? ചെയിൻ ഓഫ് ദ ഈ പറഞ്ഞ കാർബണുകളുടെ എണ്ണത്തിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ഒരു ബ്രാഞ്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ചെയിൻ ഐസോമർ എങ്ങനെ വരുന്നുണ്ടാവുക? ഇവിടെ നമുക്ക് വരച്ചു നോക്കാം. ഇവിടെയാണ് ഈ 3 കാർബൺ, ഇയാൾ അവിടെ തന്നെ നമുക്ക് വെക്കാം. ഇത് അതേപോലെ തന്നെ അവിടെ നോട്ടെ, CH2
OH എന്ത് ചെയ്യാം, ഇത് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ ഈ പറഞ്ഞ ഇവിടേക്ക് ബ്രാഞ്ച് വെച്ചിട്ട് കാര്യമില്ല. കാരണം എന്തേ, സെക്കൻഡ് കാർബൺ ആണ്, അയാൾ ഇവിടെ ബ്രാഞ്ച് വരുമ്പോൾ സെയിം തന്നെ വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ബ്രാഞ്ച് ഇടാം. ഓക്കെ, അഥവാ CH3CH അല്ലെ, ടോട്ടൽ എത്ര കാർബൺ വേണം, 4 കാർബൺ അല്ലെ. CH3 ഒന്നുകൂടി വരക്കാവേ, യെസ് ഇവിടെ വരക്കാം നമുക്ക്. CH3 ഈ OH അതേപോലെ തന്നെ ഇത്രയും ഭാഗം അതേപോലെ തന്നെ നമ്മൾ വെച്ചോ. ബാക്കി ഇനി എത്ര കാർബൺ ഉണ്ട്, 3 കാർബൺ ഉണ്ട്. ആ 3 കാർബണിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാളെ മാത്രം പിടിച്ചെന്ത് ചെയ്തു, ബ്രാഞ്ച് ആക്കി. ഓക്കെ, ഇവിടെ എന്ത് വരും, CH2 CH3 CH CH3 CH2 OH. ഓക്കെ, കൺഫ്യൂഷൻ ആയോ, സിമ്പിൾ ഒന്നുമില്ല. ഈ ഭാഗം അതേപോലെ വെക്കുന്നു, ഇയാളെ പിടിച്ച് ബ്രാഞ്ച് ആക്കി ഇടുന്നു. അപ്പൊ എങ്ങനെ പേര് വരിക, പേരെങ്ങനെ വരിക, ഇപ്പോഴും ഒന്നാമത്തെ കാർബണിൽ തന്നെയാണ് എന്ത് വരുന്നത്, ആൽക്കഹോൾ വരുന്നത് അല്ലെ. ഇതാരാ, പ്രൊപ്പനോൾ. പ്രൊപ്പനോളിൽ രണ്ടാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ് വന്നു. അപ്പൊ പേരെങ്ങനെ വരും, 2-methyl അല്ലെ, 2-methyl. ബാക്കി പ്രൊപ്പനോൾ അല്ലെങ്കിൽ പ്രൊപ്പാൻ 1-ol. അതാണ് എന്ത്, ഇയാളുടെ ചെയിൻ ഐസോമർ ചോദിച്ചത്. കാരണം എന്തേ, അവിടെ പൊസിഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് നോ ചേഞ്ച്. ഓക്കെ, അപ്പൊ ഇത് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്, പക്ഷെ ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെയും ആൻസർ ചെയ്യാൻ പറ്റണം. നമ്മളല്ലേ ആ തിയറി മനസ്സിലാക്കിയ ആളുകൾക്ക് വളരെ എളുപ്പമാണ്. ഓക്കെ, ചെയിൻ ഐസോമറിസം നോർമൽ കേസിൽ നിങ്ങൾക്ക് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എപ്പോഴും എന്താണ് പൊതുവെ ചോദിക്കുക, അതിന്റെ ഈ പറഞ്ഞ സ്ട്രക്ചറൽ വ്യത്യാസം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്യൂട്ടെയിൻ, ഈ ഓക്സി അടക്കട്ടെ, OH അടക്കട്ടെ, ബ്യൂട്ടെയിൻ, ഇയാളെ ചെയിൻ ഐസോമർ ഏതാ, ഈ പറഞ്ഞ 2-methyl propane. അല്ലെങ്കിൽ ചിലപ്പോൾ പെൻറ്റൈൻ ചോദിക്കും, അല്ലെങ്കിൽ ഹെക്സൈൻ ചോദിക്കും. എന്നിട്ട് അഥവാ നോർമലി നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ലാത്ത ചെയിൻ ഐസോമറുകളായിരിക്കും ചോദിക്കുക. എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അതിന്റെ പൊസിഷൻ മാറ്റാതെ ബാക്കിയുള്ളതിന്റെ മാത്രം സ്ഥാനങ്ങൾ പൊസിഷൻ എന്ത് ചെയ്താൽ മതി, മാറ്റിയാൽ നമുക്ക് ചെയിൻ ഐസോമറിന് എന്ത് ചെയ്യും, കിട്ടും. റെഡി? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഗിവൺ. ഇവിടെ കണ്ട നമുക്ക് മനസ്സിലാക്കാം അല്ലെ, ഇയാളാണ് methoxy, ബാക്കി ethane. Okay, the compounds having OR as the functional group are called. വേഗം ആൻസർ പറഞ്ഞിടാ. OR വരുമ്പോൾ ആ കോമ്പൗണ്ടുകളെ ടോട്ടലി നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, യെസ്, ഈഥേഴ്സ് എന്നാണ് വിളിക്കുക, ഈഥർ. റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇയാളുടെ മോളിക്കുലർ ഫോർമുല എങ്ങനെ വരും, 3 കാർബൺ C3, എത്ര ഉണ്ട്, 3 2 3, എത്ര വരും, 3 2 5 8 വരും, 8 ഹൈഡ്രജൻ 1 ഓക്സിജൻ. ഓക്കെ, ഇനി റൈറ്റ് ദ IUPAC നെയിം. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ചെറിയ ഓക്സിജന്റെ കൂടെ ചെറിയ കാർബൺ ഉള്ള നമ്പറിന്റെ കൂടെ എന്ത് ചെയ്യുക, ഓക്സി ചേർക്കുക, മീഥോക്സി ഈഥീൻ, അതായിരിക്കും പേര്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ഫങ്ഷണൽ ഐസോമർ ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇയാളുടെ ഫങ്ഷണൽ ഐസോമർ സിമ്പിൾ ആണ്, വേഗം പറഞ്ഞോ അല്ലെ. 3 കാർബൺ ഉണ്ട്, ആൽക്കോക്സി ആണ് അല്ലെങ്കിൽ ഈഥർ ആണ്. സ്വാഭാവികമായിട്ടും ഈഥറിന്റെ ഫങ്ഷണൽ ഐസോമർ ആരാ, ആൽക്കഹോൾ. എടാ 3 കാർബൺ ഉണ്ട്, 3 കാർബൺ ഉള്ള ആൽക്കഹോളിന്റെ പേര് എന്താ, ഓഫ് കോഴ്സ് എന്തായിരിക്കും വരുന്നുണ്ടാവുക, പ്രൊപ്പനോൾ അല്ലെ. സോ ദ ആൻസർ ഈസ് പ്രൊപ്പനോൾ. ഇങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് പറയാൻ കിട്ടണം. അപ്പൊ അതാ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇതിപ്പോ നിങ്ങൾ ചെയ്യേണ്ട, നമ്മൾ ഈ ക്ലാസ് ലൈവും കാര്യങ്ങളൊക്കെ എൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഭാഗത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ ആൻസർ കാണുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, C5H12O എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്, ഇതിനൊരു ബൈവാലൻ ഓക്സിജൻ ആറ്റം ഉണ്ട്. അതേപോലെ തന്നെ റൈറ്റ് സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ, അതേപോലെ തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് എഴുതാൻ, ഏത് ടൈപ്പ് ഐസോമറിസം ആണെന്ന് എഴുതാൻ വേഗത്തിൽ എന്ത് ചെയ്യുക, ഒന്ന് ആൻസർ ഒന്ന് കണ്ടുപിടിക്കും. റെഡി? കണ്ടുപിടിക്കുമല്ലോ. അപ്പൊ ഇപ്പൊ തുടക്കട്ടെ, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കണം. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, സെക്കൻഡ് ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. ദിസ് ഈസ് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അപ്പൊ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക, ആദ്യം പഠിച്ച ആ ചാപ്റ്ററിന്റെ നേരെ കണ്ടിന്യൂഷൻ ആടാ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഫൈൻഡ് ഔട്ട് to which type of chemical reaction the following changes belongs. അപ്പോൾ ദാ ഇവിടെ ഒരുപാട് കെമിക്കൽ റിയാക്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഏത് ടൈപ്പ് റിയാക്ഷനാണ്, നമ്മൾ 5 റിയാക്ഷനുകൾ നമ്മൾ മനസ്സിലേക്ക് വരുന്ന മക്കളെ, ഞാൻ പറയില്ലേ, ഏതൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിലും ആ പറഞ്ഞ
ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും ഈ പറഞ്ഞ മീഥെയിൻ ക്ലോറോമീഥെയിൻ ആകുന്നു, പ്രൊപ്പീൻ പോളിപ്രൊപ്പീൻ ആകുന്നു, ഹെക്സെയിൻ ബ്യൂട്ടെയിൻ ആൻഡ് ഈഥെയിൻ ആയി മാറുന്നു. അതേപോലെ തന്നെ ഈഥെയിൻ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ 1,2-ഡൈക്ലോറോ ഈഥെയിൻ ആയി മാറുന്നു. ഇവിടെ ഏത് ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻ ആണെന്നുള്ളത് മക്കളൊന്ന് വേഗത്ത് പറഞ്ഞേടാ, വേഗത്ത് പറഞ്ഞ്. എങ്ങനെ വരും? മീഥെയിൻ അല്ലെ, CH4 ആണ്. ഇയാൾ ക്ലോറോമീഥെയിൻ ആയി, അഥവാ ഇതിലേക്കൊരു ക്ലോറിൻ ആഡ് ചെയ്തു. അപ്പൊ ഏത് റിയാക്ഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക? ഇതിലെ ഹൈഡ്രജൻ മാറിയിട്ടാണ് ക്ലോറിൻ ആയത്. ആൻസർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. രണ്ടാമത്തത് പ്രൊപ്പീൻ എന്തായി മാറുന്നു? പോളിപ്രൊപ്പീൻ. നമുക്ക് വളരെ എളുപ്പമാണ് അല്ലെ, പോളിമറൈസേഷൻ റിയാക്ഷൻ ആയിരിക്കും ഇവിടെ നടന്നിട്ടുണ്ടാവുക. അപ്പൊ എങ്ങനെ വരുന്നു? അത് പോളിമറൈസേഷൻ ആണ്. ഇതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഹെക്സെയിൻ, ഹെക്സെയിൻ എന്ന് പറയുന്ന ഒരു ബിഗ് മോളിക്യൂൾ ആണ്. അയാൾ ബ്യൂട്ടീനും ഈഥെയിനും, ഒരാൾ ആൽക്കീൻ ആണ്, ഒരാൾ ആൽക്കെയിൻ ആണ്. അതേതായിരുന്നു മക്കളെ റിയാക്ഷൻ? ഒരു ആൽക്കെയിൻ വേറൊരാളുമായിട്ട് കൂടിച്ചേരുന്നില്ല, ജസ്റ്റ് ഹീറ്റ് ചെയ്തുകൊണ്ട് അയാൾ ഒരു ആൽക്കീനും ആൽക്കെയിനുമായിട്ട്, കണ്ടോ, ബ്യൂട്ട് 4 ഈത് 2, 4ഉം 2 കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ 6. ഇതായിരുന്നു റിയാക്ഷൻ. യെസ്, തെർമൽ ക്രാക്കിംഗ് ആയിരുന്നു, തെർമൽ ക്രാക്കിംഗ്. ഈഥെയിൻ 1,2-ഡൈക്ലോറോ ഈഥെയിൻ ആകുന്നു. ഓക്കെ, ഈഥെയിൻ ആണ്, അയാൾ നോർമലി ആൽക്കെയിൻ ആണ്, അത് 1,2-ഡൈക്ലോറോ ഈഥെയിൻ. ഇയാൾ ഇപ്പോഴും എന്ത് തന്നെയാണ്? എയിൻ തന്നെയാണ്, സാച്ചുറേറ്റഡ് തന്നെയാണ്. അപ്പൊ അൺസാച്ചുറേറ്റഡ് സാച്ചുറേറ്റഡ് ആകുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡീഷൻ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ ഇത് ആരാവണം? നമ്മളെ ഈഥീൻ ആവണം. ഈ ദീൻ ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കായിരുന്നു? ഈ പറഞ്ഞ അഡീഷൻ എന്ന് വിളിക്കായിരുന്നു. കാരണം എന്താകും? ഈഥീനും ഈഥൈനും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ് എന്ത് വരിക? അഡീഷൻ റിയാക്ഷൻ നടത്തുക. അതല്ല ഇത് ANE തന്നെയായിരുന്നുവെങ്കിൽ ആര് തന്നെയാകും? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തന്നെ ആകും. ഞാൻ പറഞ്ഞേ, ഒരു സ്പെല്ലിംഗ് മാറിയാൽ അവിടെ ക്വസ്റ്റ്യൻ മാറി, ആൻസർ മാറി. അപ്പൊ ഇതുകൊണ്ട് ഇത് ഈഥൈൻ ആവൂല, ഈഥീൻ ആകും. അത് 1,2-ഡൈക്ലോറോ ഈഥൈൻ ആയിട്ട് മാറുന്ന ഈ റിയാക്ഷൻ ഏതാണ്? അഡീഷൻ റിയാക്ഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. റെഡി? ഈ രൂപത്തിൽ ആൻസറുകൾ കാണാൻ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് റെപ്രസെന്റ് ദ മോണോമേഴ്സ് ഓഫ് പോളിസ്റ്റർ? നോക്കിക്കേ, പോളിസ്റ്റർ, ആ പേരിന് മനസ്സിലാക്കും, പോളിമറൈസേഷൻ. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പോളിമറൈസേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്രാവശ്യം മുതൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഫീനോൾ ഫോർമാൽഡിഹൈഡ്. അപ്പൊ പോളിസ്റ്ററിന്റെ മോണോമേഴ്സ് ആരാണ്? നമുക്കറിയാം, മോണോമേഴ്സ് എന്ന് പറയുമ്പോൾ സ്മോൾ മോളിക്യൂൾ ആണ്, അത് കമ്പൈൻ ചെയ്തിട്ടാണ് ബിഗ് മോളിക്യൂൾ ആവുക. നമുക്കറിയാം 2 ടൈപ്പ് പോളിമേഴ്സ് ഉണ്ട്. 2 ടൈപ്പ് ഏതൊക്കെയാണ്? അഡീഷണൽ പോളിമറും കണ്ടൻസേഷൻ പോളിമറും. ഞാൻ ഈ കൊടുത്ത ഫസ്റ്റത്തെ ഈ കോളം ഫുള്ള് അഡീഷണൽ പോളിമേഴ്സ് ആണ്. അതിലെ മോണോമർ ആരാ? വിനൈൽ ക്ലോറൈഡ്. അയാൾ എന്താകുന്നു? പോളി വിനൈൽ ക്ലോറൈഡ് ആകും. അതിന്റെ യൂസസ് രണ്ടും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അത് രണ്ടും എന്ത് ചെയ്യുക? നമ്മൾ ടെക്സ്റ്റ് ബുക്കിലത്തെ കാര്യം ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവണം. എത്തീൻ, പോളിത്തീൻ. ഞാൻ കണ്ടില്ലേ, ഒരുപാട് എത്തീൻ അല്ലെ, n നമ്പർ ഓഫ് എത്തീനുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ആ പോളിമർ ആവുക. അപ്പൊ ഇവിടെ ഫുൾ ആഡ് ചെയ്യാണ്. അവിടെയാണ് ഇവരെ അഡീഷണൽ പോളിമർ എന്ന് വിളിക്കുക. ഐസോപ്രീൻ, നമുക്കറിയാം നാച്ചുറൽ റബ്ബറിന്റെ പേരാണ്. ശരിക്കും നാച്ചുറൽ റബ്ബർ ആരാ? പോളി ഐസോപ്രീൻ ആണ് ആര്? നാച്ചുറൽ റബ്ബർ. ഇനി ടെട്രാഫ്ലൂറോ ഇഥീൻ, അതെന്തായി മാറുന്നു? അല്ലെ, ഈ പറഞ്ഞ ടെഫ്ലോൺ ആയി മാറുന്നു. അല്ലെ, ടെട്രാഫ്ലൂറോ ഈഥീൻ, CF2 ഡബിൾ ബോണ്ട് CF2, അതാണ് ടെട്രാഫ്ലൂറോ, 4 ഫ്ലൂറിൻ ഈഥീൻ. ദെൻ അക്രൈലോ നൈട്രൈൽ അല്ലെങ്കിൽ വിനൈൽ സയനൈഡ് എന്ന് വിളിക്കുന്നതാണ് ഒർലോൺ, സിന്തറ്റിക് ഫൈബേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ എന്താണ് മക്കളെ? ഈ പറഞ്ഞ അഡീഷണൽ പോളിമർ. ഇത് നമുക്കറിയാം എന്താണ്? കണ്ടൻസേഷൻ പോളിമർ എന്ന് വിളിക്കുക. എന്താ ഈ കണ്ടൻസേഷൻ പോളിമറിന്റെ പ്രത്യേകത? ഇവിടെ 2 ടൈപ്പ് മോണോമർ ഉണ്ടാകും. 2 ടൈപ്പ് മോണോമർ. ഇവർ രണ്ടുപേരും കൂടി ആഡ് ചെയ്യുമ്പോൾ അതിൽ വാട്ടർ പോലെയുള്ള ചില മോളിക്യൂളുകൾ എന്ത് ചെയ്യും? അതിൽ നിന്നും റിമൂവ് ആകും. ഓക്കെ, ഇപ്പൊ അഡിപ്പിക് ആസിഡിന്റെ ഹെക്സാമീഥൈൽ ഡയമീൻ അല്ലെ, ഇത് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യുന്നുണ്ട്? റിമൂവ് ആയി പോകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഇതിന്റെ സ്ട്രക്ചർ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് അറിയണം. അവിടെ എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും കൂടി ചേർന്നാലുള്ള പോളിമറാണ് ഇത് നൈലോൺ 66. അതേപോലെ ഫീനോളും ഫോർമാൽഡിഹൈഡും കൂടി ചേർന്നാൽ നമ്മൾ ഇത് വിളിക്കുക ബേക്കലൈറ്റ് എന്ന് വിളിക്കുക അല്ലെ. ഓർമ്മയില്ലേ ബേക്കലൈറ്റ് ഒക്കെ? നമ്മളെ സ്വിച്ച് ബോർഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബേക്കലൈറ്റ്. ദെൻ എത്തിലീൻ ഗ്ലൈക്കോളും ടെറിതാലിക് ആസിഡും ഉപയോഗിക്കുന്ന സാധനമാണിത് പോളി എത്തിലീൻ ടെറിതാലേറ്റ്. പോളി എത്തിലീൻ ടെറിതാലേറ്റ്.
PETE. നമ്മൾ സാധാരണ നോർമൽ 20 രൂപന്റെ 10 രൂപന്റെ ഒക്കെ വെള്ളക്കുപ്പി വാങ്ങലില്ലേ, ആ സാധനം PET ആണ്, വൺ ടൈം യൂസേജിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം, പോളിയെത്തിലീൻ ടെറിത്താലൈറ്റ്. അപ്പൊ അതിന്റെ മോണോമേഴ്സ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫുമായിട്ട് ഒരുപാട് റിലേറ്റഡ് ആണ്. ആ മോണോമേഴ്സിന്റെയും പോളിമേഴ്സിന്റെയും പേര് നമുക്ക് ഓർമ്മ വേണം. അപ്പോൾ ആൻസർ അതാ വരിക. ഈ പറഞ്ഞ പോളിസ്റ്ററിന് ആരൊക്കെയാണ്? എത്തിലീൻ ഗ്ലൈക്കോളും ടെറിത്താലിക് ആസിഡും അല്ലെ. ഈ പറഞ്ഞ B ആയിരിക്കും എന്ത് ചെയ്യുക ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ ഓരോന്നും മോണോമറിന്റെ പേരുകൾ ഓർമ്മ വരണം കേട്ടോ. അപ്പൊ അതാ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നത്. ഇതാരാണ്? നമ്മളെ സൂക്രോസ് ആണ്, C12H22O11. അത് ഇൻവെർട്ടേഴ്സുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് C6H12O6 പ്ലസ് C6H12O6 ആവുണ്ട്. അത് സൈമേസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് C2H5OH ആയിട്ട് മാറുന്നുണ്ട്. ABC എന്നവയെ പേരും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആരാണ് A, ആരാണ് B, ആരാണ് C? വേഗം ആൻസർ പറഞ്ഞ മക്കളെ, എങ്ങനെയായിരിക്കും ഇവിടെ ആൻസർ വരിക? യെസ്, സൂക്രോസിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈസ്റ്റ് ആഡ് ചെയ്യണം. ആ ഈസ്റ്റിലുള്ള ഒരു എൻസൈമാണ് ആര്? ഇൻവെർട്ടേസ്. അയാൾ എന്താക്കി മാറ്റും? ഈ പറഞ്ഞ എയും ബിയും ഉണ്ടാക്കും. ആരാണ് എയും ബിയും? യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഒന്ന് നമുക്കറിയാം ആരാണ്? ഈ പറഞ്ഞ ഗ്ലൂക്കോസ് ആണ്. ഒന്ന് ഗ്ലൂക്കോസ്. രണ്ടാമത്തെ ആളോ ഫ്രക്ടോസ് ആണ്. രണ്ടുപേരും ഏതാണ്? ഐസോമർ ആണ്. കാരണം സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചറൽ ഫോർമുലയാണ്. ഓക്കെ, യെസ്. ആ ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് അഗെയിൻ സൈമേസുമായിട്ട് റിയാക്ട് ചെയ്യും. C2H5OH. അതായത് C2 2 കാർബണുള്ള OH ആരാണ്? നമുക്കറിയാം എത്തനോൾ. സോ ദിസ് വാസ് ദ പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ ആയിരുന്നു അല്ലെ. എത്തനോളിന്റെ പ്രിപ്പറേഷൻ ആണിത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ A ആയി. വാട്ട് ഈസ് വാഷ്? എന്താണ് വാഷ്? ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ എത്തനോളിൽ 8 to 10% എത്തനോളേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ 8 to 10% എത്തനോൾ നമ്മൾ വിളിക്കുന്ന പേരാണിത് വാഷ് എന്നുള്ളത്. എങ്ങനെയാണ് ഈ പറഞ്ഞ വാഷിനെ നമ്മൾ റെക്ടിഫൈഡ് സ്പിരിറ്റ് ആയിട്ട് മാറ്റുക? വാഷിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തി കഴിഞ്ഞാൽ 95.6% എത്തനോളുള്ള പിന്നെ സബ്സ്റ്റൻസ് ആയിട്ട് മാറും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. അങ്ങനെ കിട്ടുന്ന എത്തനോൾ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡീനാച്ചുറിങ് റെക്ടിഫൈഡ് സ്പിരിറ്റ്? ഇയാളെ നമ്മൾ ഡീനാച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് മെത്തനോൾ, പിരിഡീൻ പോലെയുള്ള ചില കെമിക്കൽസ്, പോയിസണസ് സബ്സ്റ്റൻസ് ആഡ് ചെയ്യും. ഇങ്ങനെ എന്തിനാണ് ആഡ് ചെയ്യുന്നത്? നമുക്കറിയാം മെത്തനോൾ എന്നുള്ള ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്തിനാണ്? അല്ലേ, രണ്ടെണ്ണം അടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വേറെ ഭാഷ പറഞ്ഞാൽ ബിവറേജിനും വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞ ബെവറേജിനും വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ആളുകൾ അത് മിസ്യൂസ് ചെയ്യുന്നു. എത്തനോൾ നമുക്കറിയാം അല്ലാതെ തന്നെ ഒരുപാട് പർപ്പസുകളുണ്ട്, യൂസസ് ഉണ്ട്. പക്ഷേ ഇതിന്റെ ഈ മിസ്യൂസ് തടയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിലേക്ക് ഈ കെമിക്കൽസ് ആഡ് ചെയ്യുന്നത്. റെഡി? ദെൻ അങ്ങനെയാണ് ഡീനാച്ചർ ചെയ്യട്ടോ. ഹൗ ക്യാൻ പവർ ആൽക്കഹോൾ ബി പ്രിപ്പയർഡ്? ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ പിന്നെ എത്തനോളിനെ പവർ ആൽക്കഹോൾ ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്? 20% എത്തനോളും 80% നമ്മളെ പെട്രോളും. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക? അത് പവർ ആൽക്കഹോൾ. നമുക്കത് എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും? ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഈസ്റ്റ് ഇൻ ദിസ് പ്രോസസ്? ഇതിൽ ഈസ്റ്റിന്റെ റോൾ എന്താണ്? ആ ഈസ്റ്റിൽ നിന്നാണ് ഇൻവെർട്ടേസ്, സൈമേസ് തുടങ്ങിയ 2 എൻസൈമുകൾ എന്ത് ചെയ്യുക? ഫോം ചെയ്യുന്നുണ്ടാവുക. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കഹോൾ ഫാമിലി. ഇത് നമുക്കറിയാം എത്തനോൾ ആണ്, 2 കാർബൺ ഉണ്ട് എങ്കിൽ ഈ ആൽക്കഹോൾ ഫാമിലിപ്പെട്ട ഫസ്റ്റത്തെ ആള് അതാരായിരിക്കും മക്കളെ? ഇത് എത്തനോൾ എന്ന് പറയുമ്പോൾ സെക്കൻഡ് മെമ്പർ ആണ്. 1 കാർബൺ ഉള്ള ആൽക്കഹോൾ ആരാ? ദാറ്റ് ഈസ് മെത്തനോൾ അല്ലെ, CH3OH. റെഡി? അപ്പൊ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഭാഗത്ത് നിന്നും ചോദിക്കാൻ സാധിക്കും. അപ്പൊ നോക്കിക്കേ, ഇവിടെ അനദർ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറയല്ലേ, ഏറ്റവും നല്ല ടഫുള്ള ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്തു പോകുന്നത്. An ester can be prepared by the reaction between an alcohol and carboxylic acid. നമുക്കറിയാം എസ്റ്റർ എന്ന് പറയുമ്പോൾ ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും കൂടി ആഡ് ചെയ്തതാണ്. Name the carboxylic acid and alcohol needed to prepare ethyl butanoate ester which has pineapple smell. ഓക്കെ, അപ്പൊ ഈഥൈൽ ഒരു ഉള്ള ഈഥൈൽ ബ്യൂട്ടനേറ്റ് എസ്റ്റർ ഉണ്ടാക്കണം. അതിന് പൈനാപ്പിൾ സ്മെല്ലാണ്. അപ്പൊ അവിടെ ആരൊക്കെയാണ് ആസിഡും അതേപോലെ തന്നെ ആൽക്കഹോളും എന്ന് ചെയ്യാം നമ്മൾ കണ്ടെത്തണം. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ എബോ റിയാക്ഷൻ. ഈ റിയാക്ഷന്റെ ഇക്വേഷനും എഴുതി വെക്കണം. അപ്പൊ
മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ നല്ല ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. കാരണം എക്സാമിന് ഏറ്റവും കൂടുതൽ തെറ്റിക്കാൻ ചാൻസ് ഒരു ഭാഗമാണ് ഈ പറഞ്ഞ എസ്റ്റർ ഉണ്ടാക്കുന്ന പ്രോസസ്. നമ്മൾ അതിനെ എസ്റ്ററിഫിക്കേഷൻ എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, എസ്റ്ററിഫിക്കേഷൻ പറഞ്ഞാൽ ഒരു കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും ആണ്. അപ്പൊ ഇവിടെ ആരെയാണ് നമുക്ക് കിട്ടേണ്ടത് നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് ആണ് കിട്ടേണ്ടത്. ഇത് നമുക്കറിയാം ഒരു ആൽക്കൈൽ ആൽക്കനോയേറ്റ് അങ്ങനത്തെ ഒരു പോർഷൻ ആണത്. ഇത് ആൽക്കൈൽ, ഈഥൈൽ, മിഥൈൽ, പ്രൊപ്പൈൽ. ഇവിടെയോ ബ്യൂട്ടനോയേറ്റ്, ആൽക്കനോയേറ്റ് അല്ലെ, അല്ലെങ്കിൽ എപ്പനോയേറ്റ്, പ്രൊപ്പനോയേറ്റ് ഇങ്ങനെയൊക്കെ വരിക. ഇതിൽ ഈ പറഞ്ഞ ഈഥൈൽ എന്ന് പറയുന്ന ഭാഗം എപ്പോഴും വരുന്നുണ്ടാവുക ആൽക്കഹോളിൽ നിന്നായിരിക്കും. അപ്പൊ ഈഥൈൽ വെച്ചുള്ള ആൽക്കഹോൾ ആരാടാ? എത്തനോൾ ആണ്. എത്തനോൾ ഞാൻ വരക്കുന്ന രീതി നോക്കിക്കോണേ. ദിസ് ഈസ് CH3 CH2 then OH. ഇങ്ങനെ എനിക്ക് വരച്ചൂടെ? CH3 CH2 OH. റെഡി? യെസ്. ഇനി ഈ പറഞ്ഞ ബ്യൂട്ടനോയേറ്റ് എനിക്ക് എവിടെ നിന്ന് വരിക? ബ്യൂട്ടനോയിക് ആസിഡ് എന്നായിരിക്കും വരുന്നുണ്ടാവുക. അത് വെച്ചുള്ള കാർബോക്സിലിക് ആസിഡ് പറയണം. അപ്പോൾ ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ CH3 ഒരു കാർബൺ, CH2 രണ്ട് കാർബൺ, CH2 മൂന്ന് കാർബൺ, COOH. COOH കാർബൺ എണ്ണ മറക്കരുത് കേട്ടോ. മിക്ക കുട്ടികളും തെറ്റു വരുത്തുന്ന ഒരു ഏരിയ ആണിത്. 4 കാർബൺ. ഓക്കെ, ഇനി ഇതിലെന്താ സംഭവിക്കുന്നുണ്ടാവുക അല്ലെ? ഈ പറഞ്ഞ OH-ഉം അതേപോലെ തന്നെ H-ഉം കൂടി എന്ത് ചെയ്യും? ഇവിടുന്ന് റിമൂവ് ആകും. അങ്ങനെയാണ് വാട്ടർ ഉണ്ടാവുക. ബാക്കിയുള്ള ഭാഗങ്ങൾ ചേർത്ത് എഴുതിയാൽ മതി. CH3 CH2 CH2 ബാക്കി CO, ഈ O പിന്നെ കിട്ടാ ഇവിടേക്കാണ് കണക്ഷൻ. CO ബാക്കിയുള്ള O, COO. ഇതാണ് നമ്മൾ പറഞ്ഞ ബ്യൂട്ടനോയേറ്റ്. ഇനി ബാക്കി പറഞ്ഞ ഈഥൈൽ CH2, ഈ ഭാഗം അതേപോലെ തന്നെ ബാക്കി എഴുതുക CH3. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ആൽക്കഹോൾ അവിടുന്ന് ഇങ്ങോട്ട് എഴുതുക, ആസിഡ് ഇവിടുന്ന് ഇങ്ങോട്ടും എഴുതുക. ഇതിലുള്ള OH-ഉം അതിലുള്ള H-ഉം റിമൂവ് ചെയ്യുക, എന്നിട്ട് കൂട്ടി എഴുതുക. അപ്പൊ ദിസ് ഈസ് ബ്യൂട്ടൈൽ, ദിസ് ഈസ് ഈഥൈൽ ആൻഡ് ദിസ് ഈസ് ബ്യൂട്ടനോയേറ്റ്. ഓക്കെ, ഇയാൾക്ക് എന്തിന്റെ സ്മെല്ലാണ്? പൈനാപ്പിളിന്റെ സ്മെല്ലാണ്. ഇതാണ് ഈ എസ്റ്ററിന്റെ പ്രത്യേകത. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെന്റ് ഫ്രാഗ്രൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാൻ പറ്റും. ആപ്പിൾ, പിന്നെ ജാസ്മിന്റെ സ്മെല്ല്, അതേപോലെ തന്നെ ബനാനന്റെ സ്മെല്ല്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഒരു കോളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോട്ട് ചെയ്യണം. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. എക്സാമിന് സ്ഥിരമായിട്ട് വരാറുണ്ട്, തെറ്റിക്കരുത്. ഓക്കെ, യെസ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു അല്ലേ? റൈറ്റ്, കെമിക്കൽ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ആരൊക്കെയാണ്? ഈ പറഞ്ഞ ബ്യൂട്ടനോയിക് ആസിഡും ഈ പറഞ്ഞ എത്തനോളുമാണ് ആവശ്യമായിട്ട് വരിക. അത് നമ്മൾ ഇത് വെച്ചുകൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, യെസ്. ഇനി മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതുതായി വന്നൊരു പോർഷൻ ആണിത്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലേ? നമ്മൾ മെഡിസിൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊക്കെ എന്താണ്? ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ട്സുകളാണ്. ഇതെങ്ങനെയായിരുന്നു? ലെസ് ആന്റാസിഡ് ഉണ്ട്, ആന്റിസെപ്റ്റിക് ഉണ്ട്, അനാൽജസിക് ഉണ്ട്, ആന്റിപൈററ്റിക് ഉണ്ട്. യെസ്. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇതിനൊരു പ്രോബ്ലം ഉണ്ട് അല്ലേ? അനാൽജസിക് എന്തിനാ? റിലീവ് പെയിൻ. അതിന്റെ എക്സാമ്പിൾ പഠിച്ചേക്കാം കേട്ടോ, ആസ്പിരിൻ. ആന്റിപൈററ്റിക് എന്താ? ബോഡി ടെമ്പറേച്ചർ ഒക്കെ ലോ ആകാൻ നമ്മൾ പാരസ്റ്റമോൾ. ആന്റിസെപ്റ്റിക് നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാകും, മൈക്രോബ്സിനെ കില്ല് ചെയ്യാൻ ഡെറ്റോൾ. ആന്റിബയോട്ടിക് നമുക്കറിയാം, ഡിസ്ട്രോയ് ഇൻഫെക്ഷൻ മൈക്രോ ഓർഗാനിസം ആൻഡ് പ്രിവെന്റ് ദെയർ ഗ്രോത്ത്. പെൻസിലിൻ പോലെ നമ്മളെ ബോഡിയുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു? ആന്റിബയോട്ടിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക ടു കിൽ ദ മൈക്രോ ഓർഗാനിസംസ്. ആന്റിസെപ്റ്റിക് ബോഡിയുടെ പുറത്തും, ആന്റിബയോട്ടിക് ബോഡിയുടെ ഉള്ളിലുമാണ് കേട്ടോ. മാറിപ്പോകരുത് അങ്ങോട്ട് കിട്ടും. അപ്പൊ ഏതായിരിക്കും മക്കൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക? യെസ്, നമ്മുടെ ഓപ്ഷനിൽ ആന്റാസിഡ്. ആന്റാസിഡ് എന്താ? നമുക്കറിയാം ആസിഡിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള പല പിന്നെ എന്താ കൊടുക്കുക? ആസിഡിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ബേസസ് ആയിട്ടുള്ള ആളുകളാണ് കൊടുക്കുന്നുണ്ടാവുക. യെസ്. ആന്റിസെപ്റ്റിക് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മൈക്രോബ്സിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? അനാൽജസിക് നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്? ടു റിലീവ് പെയിൻ. ആന്റിപൈററ്റിക് നമ്മൾ പറഞ്ഞു ബോഡി ടെമ്പറേച്ചർ ലോ ചെയ്യാൻ. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയുമാണ് അതിലെ ഒരു ഭാഗമായിട്ടുള്ളത്. യെസ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കറിയാം ഇതിൽ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്, ഒരുപാട് റിയാക്ഷൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഡീഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, പോളിമറൈസേഷൻ പോലെയുള്ള അത് മൂന്നും വെച്ചുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അത് മാക്സിമം നിങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ച് അഡീഷൻ റിയാക്ഷൻസ്. അഡീഷൻ ഇത്രേ ഉള്ളൂ, ആ എടുക്കുന്ന ആളെന്തായിരിക്കും? ഒരു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആയിരിക്കും. അതിലേക്ക് H2 വരാം, Cl2 വരാം, HCl വരാം, അങ്ങനെ ആര് വേണമെങ്കിലും വരാം കേട്ടോ. അപ്പോൾ എന്തുണ്ടായി മാറും? ഈ അൺസാച്ചുറേറ്റഡ് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഒക്കെ ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറണം. അപ്പോൾ നമ്മൾ എന്ത് വിളിക്കുക? അഡീഷൻ എന്ന് വിളിക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാലോ നിങ്ങൾക്ക് മിക്കവാറും ഒരു ക്ലോറിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിലേക്ക് ക്ലോറിൻ വരും, സിംഗിൾ ബോണ്ടിലേക്കാണ് ക്ലോറിൻ വരിക. അപ്പോൾ ഹൈഡ്രജനെ തട്ടുക,
ക്ലോറിനെ കയറ്റുക, ഹൈഡ്രജൻ ഒഴിവാക്കുക, ക്ലോറിനെ കയറ്റുക. എപ്പോഴും ബൈ പ്രോഡക്റ്റ് HCl ഉണ്ടാവും. പോളിമറൈസേഷൻ നമുക്ക് ഓൾറെഡി പറഞ്ഞു. കമ്പഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എപ്പോഴും പ്രോഡക്റ്റ് എന്താണ്? ഓക്സിജനുമായിട്ട് കൂടി ചേർന്നാൽ അതൊക്കെ കമ്പഷൻ ആണ്. പ്രോഡക്റ്റ് എപ്പോഴും CO2+H2 ആണ്. അവസാനം പറഞ്ഞ തെർമൽ ക്രാക്കിംഗ് അതെന്താണ്? ഈ പറഞ്ഞ അവസാനത്തിൽ ആരുമായിട്ടും കൂടിച്ചേരുന്നില്ല, എന്നാലോ അയാൾ എന്ത് ചെയ്യുന്നു? ഡീകമ്പോസ് ചെയ്തിട്ട് ഒരു ആൽക്കീനും ഒരു ആൽക്കെയിനുമായിട്ട് മാറും. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഹെക്സൈൻ എന്തായി മാറി? ഈ പറഞ്ഞ രൂപത്തിൽ അല്ലേ? പിന്നെ ബ്യൂട്ടൈനും ഈഥീനും അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഹെപ്റ്റൈൻ എന്തായിട്ട് മാറും? പ്രൊപ്പീനും അതേപോലെ ബ്യൂട്ടൈനൊക്കെ ആയിട്ട് മാറും. ഇങ്ങനെയൊക്കെയുള്ള റിയാക്ഷൻസ് ആണ് അവിടെ എന്ത് ചെയ്യുക വരും. അപ്പോൾ ഇത് മാച്ച് ദ ഫോളോയിങ്. ഇതിൻ്റെ ആൻസർ എങ്ങനെ വരും? നമ്മൾ തൽക്കാലം എന്ത് കൊടുക്കാം? ഈ പറഞ്ഞ രൂപത്തിൽ ഇയാൾക്ക് A എന്ന് കൊടുക്കാം, ഇത് A എന്ന് കൊടുക്കാം, ഇത് B, ഇത് C. അപ്പൊ A ആരുമായിട്ടാണ് നിങ്ങൾ ഇതിനെ? CDE. എങ്ങനെയാണ് കണക്ഷൻ പോകാന്ന് എഴുതിയാൽ മതി. FGH. അപ്പൊ A എങ്ങോട്ടാണ്? ദെൻ ഇതിലേതാണ്? B എങ്ങോട്ടാണ്? ഇതിലേതാണ്? C എങ്ങോട്ടാണ്? കറക്റ്റ്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ 2 ചാപ്റ്ററാണ് നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ ഘട്ടം എന്ന നിലയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3rd ചാപ്റ്റർ നമ്മളെ പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് തന്നെ വാച്ച് ചെയ്യണം. അതേപോലെ തന്നെ പരമാവധി ചെയ്തു നോക്കണം. ആ രൂപത്തിൽ മുന്നോട്ട് പോകാം. കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? റെഡി ആവുക. നമ്മളെ എക്സാം വൈസ് ലേണിങ്ങിൻ്റെ ഈ ഒരു ചാനൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസും അതേപോലെ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് മാക്സിമം എന്ത് ചെയ്യുക? നമ്മൾ പിന്നെ കാണുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നല്ല ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് ഏറ്റവും നല്ല കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആ രൂപത്തിൽ നമ്മുടെ ചാനലിനെ എപ്പോഴും എന്ത് ചെയ്യുക? ഫോളോ ചെയ്യാം. കൂടുതലുമായിട്ട് കാര്യങ്ങളുമായിട്ട് നമുക്ക് പിന്നീട് വീണ്ടും കാണാം. താങ്ക്